പറമ്പില് പുല്ല് തിന്നോണ്ടിരുന്ന പാപ്പന്റെ പൂത്തൂട്ടി വരെ തീറ്റ നിർത്തി ചോദിച്ചു, എങ്ങോട്ടാ നിങ്ങൾ പോണ്? ഓ, ഞങ്ങള് 2 ചക്ക ഇടാൻ വേണ്ടി പോവാ. നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ഞഞ്ഞാവിഞ്ഞ ചക്കയിടലൊന്നല്ല, ഇതേ സർക്കസ് കാണിച്ചിട്ടുള്ള ചക്ക. തീക്കട്ട ചോപ്പ ബനിയനിട്ട് പോകുന്ന ആളില്ലേ, ആളാണ് കേട്ടോ നമ്മുടെ സർക്കസുകാരൻ. വേറെ ആരുമല്ല, എന്റെ അച്ഛനാ. ഇതാണ് നമ്മുടെ പൊക്കത്തെ ആന കയറിന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വാഴത്തോട്ടം. അടക്കാര തൈകളുടെ ഒക്കെ പുഷ്ടിമ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് ഞാൻ ഇപ്പോഴത്തെ വീഡിയോ ഒന്നല്ല. കാലത്ത് നമ്മുടെ പറമ്പിന്റെ അവസ്ഥ ഇത് എങ്ങനെ ഇരിക്കൂട്ടാ. ഈ കുന്നത്ത് കിടക്കുന്ന പറമ്പിലേക്കൊക്കെ എങ്ങനെ വെള്ളം കൊണ്ട് നനയ്ക്കാനാ? ഉള്ള കാട്ടുമൃഗങ്ങൾ മുഴുവൻ വന്ന് തിന്നു പോവാന്നല്ലാണ്ട് നനച്ച് പച്ചപ്പുണ്ടാക്കിയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ ഇനി നേരത്തെ പറഞ്ഞ സർക്കസ് തുടങ്ങാൻ പോവാണ് കേട്ടോ. എല്ലാ കൊല്ലവും ഈ പ്ലാവ് മേത്തെ ചക്കയിടലിന്റെ ഒരു വീഡിയോ ഞാൻ ഇടാറുള്ളത് തന്നെയാണ്. ഒറ്റ തടിയായിട്ട് ഭയങ്കര ഹൈറ്റിൽ പോയിക്കുന്ന പ്ലാവ് കാരണം കൊണ്ട് തന്നെ ഇത് നമുക്ക് കയറാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്രാവശ്യം ഇടയിൽ ഇങ്ങനത്തെ ഒരു കൊമ്പ് വന്ന കാരണം കൊണ്ട് സർക്കസ് എന്ന് ഈ കൊമ്പുമേക്ക് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ മരത്തുമേ കൂടെ കയറി ആ മരത്തുമേന്ന് ഈ പ്ലാവുമേക്ക് ചാടി കയറലാണ് പതിവ്. അത് പക്ഷെ നമ്മൾ കണ്ട് ശീലായ കാരണം കൊണ്ട് വലിയ പേടി തോന്നാറില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ കുറച്ച് പേടിയുണ്ടായിരുന്നു. കാണുമ്പോ കൊമ്പിന് കാര്യമായ ആരോഗ്യമൊന്നും തോന്നാത്ത കാരണം കൊണ്ട് ഒടിഞ്ഞു വീഴാനാവുന്ന നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ അരമോൻ പ്രായം 10-70 എന്നുള്ളത് നമ്മൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. പുള്ളിക്കും പുള്ളിയുടെ ശരീരത്തിനും അങ്ങനത്തെ ഒരു തോന്നലേ ഇല്ല. ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ചക്ക ഇടാണ്ട് പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ചക്കയാണ്. കൂട്ടാൻ വെക്കാനാണെങ്കിലും വറുക്കാനാണെങ്കിലും പഴുപ്പിച്ച് തിന്നാനാണെങ്കിലും ബെസ്റ്റ്. അല്ലേലും ചക്കക്കാലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചക്ക വിഭവങ്ങൾ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. വൈകുന്നേരത്തിനൊക്കെ ചോറിന് പകരം ചിലപ്പോ ചക്കപ്പുഴുക്കൊക്കെ ആവും. ചക്കയൊക്കെ വറുത്തിട്ടുണ്ടല്ലോ ഡപ്പകളിലാക്കി അമ്മ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ നാളത്തേക്ക് അത് തന്നെ തീറ്റ തിന്നുണ്ടല്ലോ നാക്കിന്റെ വായലൊക്കെ തൊലി പോയിട്ടുണ്ട്. അങ്ങനെ കയറിൽ തൂങ്ങി 2 ചക്കകളും നിലത്ത് വന്ന് ഇരിപ്പായിട്ടുണ്ട്. ഇനിയിപ്പോ ചക്ക ഇട്ട ആളും കൂടി വരുന്നുണ്ട് കേട്ടോ. ഈ പ്രായത്തിലും അച്ഛനിതൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് ചെയ്യണേന്ന് തോന്നൂട്ടാ. നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ പിന്നെ ഓരോരുത്തരുടെ മനോബലവും കഴിവും പോലെയൊക്കെ ഇരിക്കും അല്ലെ. കഴിവിനൊക്കെ എന്താണ് പ്രായപരിധി. ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടാ. വേഗം വീട്ടിലേക്ക് എത്താ, ചക്ക വെട്ടി പുളി ചുള പറിച്ചോണ്ടിരിക്കുമ്പോ കുറച്ച് ചുള വായലേക്ക് പോവാ, കുറച്ച് ചുള പാത്രത്തിലേക്ക് പോവാ. പാത്രത്തിലേക്ക് പോയ ചുളയൊക്കെ ഇങ്ങനെ നന്നാക്കി അരിഞ്ഞെടുത്തിട്ട് കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടായിരിക്കും ഉപ്പ് മഞ്ഞപ്പൊടി വേപ്പല ഇട്ടിട്ട് ദിങ്ങനെ കാണിക്കും. പിന്നെ നല്ല ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഉള്ളിയും കൊത്തുമുളകൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കാച്ചി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഞാൻ ഒരു കട്ടൻ ചായ വെച്ച് ഇത് കൂട്ടി അടിക്കട്ടെ. ടാറ്റ ബൈ ബൈ.